ഹലോ ഗൈസ്, നമുക്കിന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറി ഉണ്ടാക്കിയാലോ. ഞണ്ടെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളക് ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഞണ്ട് ഇതിനകത്തേക്കിട്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഞണ്ട് ഫ്രൈ ചെയ്ത് ഈ ഒരു പരുവാകുമ്പോൾ ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയുമൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഇട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് സവാള ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ഈ പരുവത്തിൽ വേണമെങ്കിൽ ഉപ്പും, ആവശ്യത്തിന് വെള്ളവും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഞണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കാര്യം മറന്നുപോയി കേട്ടോ, പെരുംജീരകപ്പൊടിയും മസാലപ്പൊടിയും അതും കൂടെ നേരത്തെ ഇട്ട് കൊടുക്കണമായിരുന്നു. തൽക്കാലം ഇപ്പോൾ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് വറ്റിയെടുക്കുമ്പോഴത്തേക്കും ഞണ്ട് കറി റെഡി ആയിട്ടുണ്ടേ.